നടിയെ ആക്രമിച്ച കേസിൽ 2 പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകിയത്. വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് ഹർജി നൽകിയത്. ഷബ്ന വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ബിനിൽ 5ഉം 6ഉം പ്രതികളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. വിചാരണ കോടതി ഉത്തരവ് മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. 20 വർഷത്തെ തടവാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത്. കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ഇത് തെളിയുകയും കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ പറയുന്നത് തങ്ങൾ നിരപരാധികളാണ്. അതിജീവിതയുടെ മൊഴിയിലടക്കം അത് വ്യക്തമാണ്. പൾസർ സുനി, അതായത് ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി ഫോണിൽ വിളിച്ചതനുസരിച്ച് വാഹനം ഓടിക്കാൻ എത്തിയ ഡ്രൈവർമാരായിരുന്നു തങ്ങൾ. തമ്മനത്ത് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ കോൾ വരികയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത്. എന്നാൽ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ തങ്ങൾ വാഹനം ഓടിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് തങ്ങൾക്കെതിരെയുള്ള കേസ്. ഒരു തരത്തിലും ഗൂഢാലോചന നടത്തിയിട്ടില്ല. ഈ ഫോണിൽ വിളിച്ചു എന്നതിനുള്ള തെളിവുകൾ അത് പൾസർ സുനി വാഹനം ഓടിക്കുന്നതിനായി തങ്ങളെ വിളിച്ചതാണ്. മറ്റൊന്നും തങ്ങൾക്ക് അറിയില്ല. നിരപരാധികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ശിക്ഷ മരവിപ്പിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. വിചാരണ കോടതി നമുക്കറിയാം ഈ 7-8 വർഷത്തെ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഈ 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നതിൽ പറയുന്നത് ഈ വിചാരണ കോടതി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ശിക്ഷ വിധിച്ചത്. തങ്ങൾ നിരപരാധികളാണ്. തങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തങ്ങൾക്കെതിരെ ചുമത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു. 20 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ. അത് റദ്ദാക്കി അല്ലെങ്കിൽ മരവിപ്പിച്ച് ജാമ്യം തൽക്കാലം അനുവദിക്കണം. പിന്നീട് ഈ ശിക്ഷ റദ്ദാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതികൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ, നന്ദി ഷബ്ന.